ഹായ് ഹലോ കൂട്ടുകാരെ, നിവേദ്യാസ് ക്രിയേഷൻസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഇതാണ് കേട്ടോ ഞാൻ വളർന്ന സ്വർഗം. ഇത് അന്നും ഇന്നും എൻ്റെ ഉള്ളിലൊരു സ്വർഗ്ഗമാണ് കേട്ടോ. ഒരുപാട് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു സ്വർഗ്ഗമാണ് കേട്ടോ. അന്ന് അതിന് അത്രയും വലിയ പ്രാധാന്യമൊന്നും തോന്നിയിട്ടില്ല എന്നെങ്കിൽ ഇന്ന് ഇതൊരു സ്വർഗ്ഗമായിട്ട് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കൂട് കൂട്ടിയിരിപ്പുണ്ട് കേട്ടോ. ഒരുപാട് മാറ്റങ്ങൾ വന്നു, എല്ലാം ഇങ്ങനെ നശിച്ചു തുടങ്ങി. ഓർമ്മകളിൽ പക്ഷേ അന്നും പച്ചപ്പ് പിടിച്ച് ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. അതൊക്കെ ഇതാണ് കേട്ടോ ഇറങ്ങിപ്പോണ വഴിയൊക്കെ മാറി കുഞ്ഞൊരു ഇടവഴിയായിരുന്നു, മതിൽക്കെട്ടുകളില്ലായിരുന്നു. അങ്ങനെ ചുറ്റുപാടുകൾ മാറി, എല്ലാം വലിയൊരു മാറ്റം വന്നു. പക്ഷേ ആ വീട്, ആ ചുവരുകൾക്ക് മാത്രം ഒരു മാറ്റവും ഇല്ലാതെ എങ്ങനെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. പറയുമ്പം ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. ഓർമ്മകൾക്കെന്നും മധുരമാണല്ലോ. അപ്പോൾ അവിടെ ഒരു തൊഴുത്തുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പശുവും ആടും മുയലും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു പ്ലാവും പുളിയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒരു പുളിയിൽ ഇവിടെ ഒരു ഭാഗത്തായിട്ടൊരു കൊമ്പുണ്ടായിരുന്നു, അത് മുറിച്ച് കളഞ്ഞ്. ആ കൊമ്പത്ത് നമ്മൾ ഓണക്കാലത്ത് ഊഞ്ഞാലിട്ട് എത്ര തവണ മത്സരിച്ച് ആടിയിട്ടുണ്ടെന്ന് അറിയാം. അതൊക്കെ ഇന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. പിന്നെ ഈ മുറ്റത്ത് നമ്മളിങ്ങനെ എന്നും അത്തം ഇടുമായിരുന്നു. 10 ദിവസവും ഇവിടെ ഉണ്ടായിരുന്ന കാലം മുഴുവനും അത്തപ്പൂ ഇടാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കവും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അത്രമേൽ നമ്മൾ ആസ്വദിച്ച് വളർന്ന ഒരു കാലമായിരുന്നു കേട്ടോ. നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണില്ലേ 90s കിഡ്സ്, ആ ഒരു കാലം എന്ന് പറഞ്ഞാൽ അത്രമേൽ സുന്ദരമായൊരു കാലം, തിരിച്ചു കിട്ടാത്ത മധുരമേറിയ ഒരു കാലം. അതൊക്കെ ഉണ്ടായിരുന്ന ഒരു വീട് ഇതാണ് കേട്ടോ. അന്നും ഇന്നും ഈ ഒരു ജാമ്പ മരം അതുപോലെ നിൽപ്പുണ്ട് കേട്ടോ. വളർച്ചയ്ക്ക് മാത്രം എന്തോ ഒരു മുരടിപ്പ് വന്നതുപോലെ. പക്ഷേ ജാമ്പയ്ക്ക് എല്ലാ വർഷവും കായ്ക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഇങ്ങനെ തൊഴിഞ്ഞ് കിടപ്പുണ്ട്. അതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു പനമരമുണ്ട്, അതും ഓർമ്മകളിൽ ഉള്ളതാണ് കേട്ടോ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഈ മതിൽക്കെട്ടുകളൊന്നും അന്നൊന്നും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഈ വിളകളിലൊക്കെ നമ്മൾ ഓടി കളിച്ചതാണേ. ഈ മതിലിരിക്കുന്ന ഭാഗത്ത് പണ്ടൊരു വീടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് അടുക്കളയൊക്കെ വരുന്നുണ്ടായിരുന്നേ. ഓല മേഞ്ഞ വീടായിരുന്നു കേട്ടോ ഇവിടെ ആദ്യം. അപ്പോൾ മഴക്കാലത്തൊക്കെ നല്ലപോലെ ചോർന്നൊലിക്കും. ആ സമയത്തൊക്കെ നമ്മൾ ഓടിയതായി അടുത്ത് അവിടെ ഒരു വീടുണ്ടായിരുന്നു, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബം ഉണ്ടായിരുന്നു. അവിടെയാണ് കേട്ടോ നമ്മൾ ഉറങ്ങാനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് കഷ്ടതകളും ഒക്കെ അനുഭവിച്ച് ആണ് ഇന്ന് ഇങ്ങനെയൊക്കെ ആയത് കേട്ടോ. ഓർക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്, എന്തോ നഷ്ടങ്ങൾ തോന്നും. പക്ഷേ ഭയങ്കര ഒരു നിധി പോലത്തെ ഒരു ഓർമ്മകളാണ് ഇതൊക്കെ. അപ്പോൾ അകത്ത് കാണുന്നത് നമ്മൾ തറയെല്ലാം ഇങ്ങനെ മെഴുകിയതാണ് കേട്ടോ, ചാണകം മെഴുകിയത്. ഇപ്പം എല്ലാം നശിച്ച് പോയി തുടങ്ങിയിട്ടുണ്ട്. കാണുന്നത് അമ്മയുടെ അച്ഛനാണ് കേട്ടോ. അമ്മയുടെ അച്ഛൻ്റെ ഫോട്ടോയാണ്, മരിച്ചു പോയി. നമ്മളും പണ്ട് അമ്മയൊക്കെ ഇങ്ങനെ ചാണകം മെഴുകുമ്പോൾ കൂടെ പോയി ചെയ്യുമായിരുന്നു കേട്ടോ. ഇടയ്ക്കൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യുമായിരുന്നു, ചാണകം മെഴുകി. അതൊക്കെ ഒരു ഓർമ്മകളാണ്. പിന്നെ ഇപ്പം നിറയെ കുഴിയാനകളുണ്ട് കേട്ടോ. പണ്ടും കുഴിയാന പിടുത്തമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അരച്ചുകൊണ്ടിരുന്ന ആട്ടുകല്ലും അമ്മിക്കല്ലും ഒക്കെയാണ് കേട്ടോ. ഓർമ്മകളായി മണ്ണോട് ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, ആർക്കും വേണ്ടാതെ. ഒരു കാലത്ത് ഇതായിരുന്നു നമ്മളെ ആശ്രയിച്ചിരുന്ന കാര്യങ്ങൾ. പിന്നെ എന്താ പറയുക, അകത്തേക്ക് നോക്കുമ്പം ആ ഭാഗത്തൊരു റൂമുണ്ട് കേട്ടോ. അവിടെയാണ് ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്നത്. മുഴുവൻ ഇരുട്ടായിട്ടാണ് കാണുന്നത് കേട്ടോ. അകത്തേക്ക് കയറാനുള്ള താക്കോൽ അമ്മൂമ്മ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അടുത്തൊരു അമ്പലത്തിൽ വന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വന്നതാണ് കേട്ടോ. ജാനൂട്ടി അമ്മയുടെ ഓർമ്മകളിലെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവൾക്ക് ഈ കഥകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. വന്നപ്പോഴത്തേക്ക് കണ്ടില്ലേ, നല്ലൊരു മൂർഖൻ പാമ്പിൻ്റെ പടം ഒഴിച്ചിട്ടിപ്പോണ്ട് കേട്ടോ. അയൽവാസികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുന്നത് സൂക്ഷിച്ച് വേണം. അത്യാവശ്യം നല്ല വലിപ്പമാണ്. ഇവിടെ താമസിച്ചിരുന്ന സമയത്തോ എൻ്റെ ജീവിതത്തിലോ ഞാൻ ഇത്രയും വലിയൊരു മൂർഖൻ പാമ്പിനെ നേരിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ പടം ഒഴിച്ചിട്ടിങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ഭയത്തിലാണ് ഇവിടെ നിന്നതും. പെട്ടെന്ന് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം പേടിയുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന സമയത്ത് ഇത് ചിലപ്പോൾ വീട്ടിനകത്തുണ്ടോ, ഏതെങ്കിലും വഴിക്ക് വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു. എപ്പോഴും ഇതിൻ്റെ പരിസരത്തൊക്കെ കൊണ്ടുവന്ന് എന്ന് ആൾക്കാരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നമ്മളാരും ഇല്ലാത്ത സമയത്ത് പുതിയ പുതിയ അതിഥികളൊക്കെ വന്ന് അവരുടെ വാസസ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്വർഗ്ഗം. ഇപ്പോൾ എന്ത് തന്നെ ആയാലും ഒരുപാട് നഷ്ടങ്ങളാണ് ഇപ്പോൾ തോന്നുന്നത്. ചിലപ്പോൾ ഒക്കെ തോന്നും കുഞ്ഞായിരുന്നെങ്കിൽ മതിയെന്ന്. പക്ഷേ കുഞ്ഞായിരുന്നപ്പോൾ അതിനൊന്നും ഒരു വില ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ചിലപ്പോഴൊക്കെ തോന്നും അന്ന് എത്ര കഷ്ടമൊക്കെ ഉണ്ടായിരുന്നാലും അതൊരു നല്ല കാലമായിരുന്നു കേട്ടോ. പിന്നെ ഒത്തിരി കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ കളിക്കാൻ പറ്റും. ചുറ്റുപാടിൽ നിന്നൊക്കെ നിറയെ കുട്ടികളൊക്കെ നമ്മളെല്ലാവരും ഇങ്ങനെ കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കുന്നതും ഒത്തിരി ഓർമ്മകളുണ്ട്. പിന്നെ ആ ഭാഗത്ത് നമുക്കൊരു കോഴിക്കൂടൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ അമ്മൂമ്മയാണ് കേട്ടോ. അമ്മൂമ്മയ്ക്ക് അന്നും ഇന്നും ഇതൊരു നിധിയാണ്.
വിലമതിക്കാനാവാത്തൊരു നിധി. അമ്മമ്മ ഇങ്ങനെ വന്നിട്ട് അമ്മമ്മ പണ്ട് നട്ട എന്തെങ്കിലും സാധനങ്ങളൊക്കെ അതൊക്കെ ഇതായിട്ടുണ്ടോ, കായ്ഫലം വന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെ നോക്കണം കേട്ടോ. അമ്മമ്മയ്ക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ജീവനാണ്, ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കോർത്ത് വെച്ച് ഒരു വല്ലാത്ത വിഷമമുണ്ട് പോകുമ്പോൾ. എന്നാലും ഓർമ്മകളിൽ നിന്ന് ഈ സ്വർഗ്ഗം മായാതെ നിൽക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.